Wow, to Kashmir. And the nearest వచ్చేసింది కదా. Blow my mind with blossoms. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്ന സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഇവിടുന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സബർമതി ആശ്രമം. പുലിയുടെ സ്ഥലത്തിൻ്റെ പേരെന്താ? ജവായ്. ജവായ് ജവായ്. ജവായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരമ്പലത്തിന് ചുറ്റും പുലികൾ നിൽക്കുന്ന ഒരമ്പലം. രാജസ്ഥാനിലാണ്. സബർമതി ആശ്രമം പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു ടണൽ എന്ന് പറയാൻ പാടില്ല, ടണൽ പോലത്തെ ITI റോഡ് എന്ന് പറയും. GPS അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. താങ്ക് യു മാം. കിട്ടിയിട്ടാ വീഡിയോ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയ സമയം കിട്ടിയിട്ട. ഓ കിട്ടീന്. അങ്ങനെ സബർമതി ആശ്രമം സന്ദർശിച്ച് നേരെ ജവായ് ലെപ്പേർഡിലേക്ക് പോകാനുള്ള വഴിയിലാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ടു, നമ്മളെ അഭിനന്ദിച്ചു, കൈ തന്നു, സംസാരിച്ചു. എല്ലാവർക്കും നല്ല സന്തോഷമായി. ഇനി നേരെ ജവായ് ലെപ്പേർഡ്. ഇപ്പം ഇന്ന് ഭാരത് ബന്ധാണ്ട് പെട്രോൾ കിട്ടാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് മറ്റേ കടക്കാരൻ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം കടകളും പകുതി അടഞ്ഞ രീതിയിലാണ്. അപ്പോൾ അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജവായ് ലെപ്പേർഡ്. പെട്രോൾ എവിടെ നിന്ന് കിട്ടും? പെട്രോൾ. ഉച്ചഭക്ഷണം കഴിഞ്ഞു. ചപ്പാത്തി, മലായ് കഫ്ത, ദാൽ ഫ്രൈ. എത്ര കിലോമീറ്റർ അനുവേണ്ട? 126 മൊത്തം കിലോമീറ്റർ. പുലികളെ കാണാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. പുലികളെ കണ്ടാൽ മതി. ലെപ്പേർഡിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടി. അപ്പോൾ എന്തെങ്കിലും ചാർജ് ഉണ്ടാവും. അവരെ ഒരു ജിപ്സി വണ്ടി എടുത്തിട്ട്, ഒരു ഓപ്പൺ ജീപ്പ് എടുത്തിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 5:30-6:30 ടൈമിലാണ് ഇത് കാണലെന്നാണ് അവർ പറഞ്ഞത്. എന്തത് എക്സ്പീരിയൻസ് ചെയ്യണോ? അപ്പം ഇങ്ങനത്തെ ലെപ്പേർഡിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാ. പക്ഷെ അരമണിക്കൂർ ലേറ്റായി. അതുകൊണ്ട് പിന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ കൂടെ ആയിരിക്കും ഇന്ന് സ്റ്റേ. ഇതാണ് നമ്മളിന്ന് പോയ ജിപ്സി വണ്ടി. അതല്ല ഐഡിയ.